മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ ലോറിയിൽ നിന്നും കന്നുകാലികളെ ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന തൊഴിലാളികളെയും ഏജന്റുമാരെയും ഒരു സംഘം മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചതായി പരാതി. ശനിയാഴ്ച പുലർച്ചെ 1:30ഓടെയായിരുന്നു സംഭവം. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyanad, also at Kannur, Irati and Pattambi. ഓട്ടോയിലും ബൈക്കിലുമെത്തിയ ഒരു സംഘം മാരകായുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു കന്നുകാലികളെ ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന തൊഴിലാളികളെയും ഏജന്റുമാരെയും ആക്രമിച്ചത്. അക്രമത്തിൽ പരിക്കേറ്റ ഏജന്റുമാരായ 2 പേരെ കുമ്പളയിലെ ജില്ലാ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. UP സ്വദേശികളും പാലക്കാട്ട് താമസക്കാരുമായ ഫുർഖാൻ, ദാവൂദ് എന്നിവരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന കാസർഗോഡ് സ്വദേശി അബ്ബാസിനും മർദ്ദനമേറ്റിരുന്നു. ശനിയാഴ്ച പുലർച്ചെ 1:30ഓടെയായിരുന്നു സംഭവം. മഞ്ചേശ്വരം ഉദ്യാവർ അണ്ടർപാസിനടുത്ത് കന്നുകാലികളെ ലോറിയിൽ നിന്നും ഇറക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു സംഭവം നടന്നത്. വർഷങ്ങളായി അവിടെ വ്യാപാരം ചെയ്തു വരുന്ന ആളുകൾ സ്ഥിരമായി കന്നുകാലികൾ ഇറക്കുന്ന സ്ഥലത്ത് വെച്ച് ഒരു കൂട്ടം ആളുകൾ ഓട്ടോയിലും ബൈക്കിലും എത്തിയ അക്രമകാരികൾ ഇരുമ്പ് ദണ്ടുകളും മറ്റുമായി വളരെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുകയുണ്ടായിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ ഭയക്കേണ്ടത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സമാധാന അന്തരീക്ഷമുള്ള മഞ്ചേശ്വരത്തിൽ ഒരു കലാപഭൂമിയാക്കാനുള്ള ശ്രമം സംഘപരിവാറിൻ്റെ ഭാഗത്തിൽ നിന്നും മറ്റും ഉണ്ടാകുന്നു എന്നതാണ്. ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ, പോലീസ്, അതുപോലെ ജില്ലാ കലക്ടർ, മറ്റുമുള്ള ജനപ്രതിനിധികൾ വളരെ ഗൗരവത്തോടുകൂടി കണ്ടുകൊണ്ട് ഇതിനെതിരെ ആക്രമകാരികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഇനി മുതൽ അങ്ങോട്ടേക്ക് ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സമുണ്ടാവാത്ത രീതിയിലുള്ള ഒരു നിയമപരമായി മാതൃകാപരമായ ഒരു ശിക്ഷാ നടപടി സ്വീകരിക്കണം എന്നുകൂടി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അഭ്യർത്ഥിക്കുന്നു. കന്നുകാലികളെ ലോറിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഓട്ടോയിലും ബൈക്കിലും എത്തിയ സംഘം ആക്രമിക്കുകയായിരുന്നു. അനിൽകുമാർ എന്നൊരാളുടെ നേതൃത്വത്തിലായിരുന്നു അക്രമമെന്ന് പരിക്കേറ്റവർ പറയുന്നു. ഇയാളുടെ മൊബൈൽ സംഭവ സ്ഥലത്തു നിന്നും പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നും ഇവർ പറഞ്ഞു. സംഭവമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് വ്യാപകമായി അന്വേഷിച്ചെങ്കിലും അക്രമികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. നിരവധി വർഷങ്ങളായി കന്നുകാലികളെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന അതേ സ്ഥലത്തു നിന്നുമാണ് അക്രമമുണ്ടായതെന്ന് പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവർ വ്യക്തമാക്കി. ഇതേ ലോറിയിലാണ് ഇവർ പതിവായി കന്നുകാലികളെ കൊണ്ടുവരുന്നത്. ഇതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ് അറവുശാലകൾക്ക് കന്നുകാലികളെ വിൽപ്പന ചെയ്യുന്നതും. ന്യൂസ് ബ്യൂറോ, ഉപ്പള.